ആലപ്പുഴ കളർകോട് അപകടത്തിൽ വാഹന ഉടമയ്ക്കെതിരെ കേസ്. കാക്കാഴം സ്വദേശി ഷാമിൽ ഖാനെതിരെയാണ് മോട്ടോർ വാഹന നിയമപ്രകാരം കേസെടുത്തത്. മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട് കോടതിയിൽ നൽകും. ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO R രമണനാണ് കേസെടുത്തത്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, കൂടുതൽ വിവരങ്ങൾ. നീലിമ, കളർകോട് ഉണ്ടായ വാഹനാപകടവുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥികൾക്ക് വാഹനം വാടകയ്ക്ക് നൽകിയ ആലപ്പുഴ കാക്കാഴം സ്വദേശി ഷാമിൽ ഖാനെതിരെയാണ് മോട്ടോർ വാഹന നിയമപ്രകാരം കേസ് എടുത്തിരിക്കുന്നത്. ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO R രമണനാണ് കേസെടുത്തത്. കാരണം ഈ വിദ്യാർത്ഥികൾക്ക് വാഹനം വാടകയ്ക്കല്ല നൽകിയതെന്ന് ഷാമിൽ ഖാൻ പറയുന്നത് മാധ്യമങ്ങളിലൂടെയും ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിന് മൊഴി നൽകിയതും താൻ സൗഹൃദത്തിന്റെ പേരിലാണ് വിദ്യാർത്ഥികൾക്ക് വാഹനം നൽകിയത്, അല്ലാതെ വാടകയ്ക്കല്ല എന്നൊരു കാര്യമായിരുന്നു ഈ ഷാമിൽ ഖാൻ പറഞ്ഞിരുന്നത്. ഇന്നലെ നമ്മൾ അദ്ദേഹത്തെ കണ്ടപ്പോഴും ആ ഒരു കാര്യത്തിൽ തന്നെയാണ്, ആ ഒരു മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഷാമിൽ ഖാൻ വാടകയ്ക്കല്ല കൊടുത്തതെന്ന്. പക്ഷേ ഷാമിൽ ഖാനെ ഇതിനു മുൻപ് ഒരു പ്രാവശ്യവും മോട്ടോർ വാഹന വകുപ്പ് വിളിച്ചു വരുത്തിയിരുന്നു. അന്ന് ഷാമിൽ ഖാന്റെ മൊബൈൽ ഫോണിൽ നിന്നും ഈ വിദ്യാർത്ഥിയുടെ അതായത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഗൗരി ശങ്കർ ഗൂഗിൾ പേയിൽ നിന്നും ഷാമിൽ ഖാന്റെ ഗൂഗിൾ പേയിലേക്ക് 1000 രൂപ അയച്ചു കൊടുത്തതായി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ വാഹനവുമായി വിദ്യാർത്ഥികൾ പോകുന്നതിന് മുൻപാണ് ഈ ഗൂഗിൾ പേയിലേക്ക് 1000 രൂപ അയച്ചു കൊടുത്തത്. കൃത്യമായി പോലീസ് ഗൗരി ശങ്കറിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് എടുത്തപ്പോൾ ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, അപകടം നടന്നതിന് ശേഷമാണ് ഈ അപകടത്തിൽപ്പെട്ട അബ്ദുൾ ജബ്ബാറിന്റെ ഇരട്ട സഹോദരനിൽ നിന്നും അബ്ദുൾ ജബ്ബാറിന്റെ എന്ന് പറയുന്ന ഒരു ലൈസൻസ് ഇയാൾ അയച്ചു വാങ്ങിയത്. ഇതൊക്കെ ദുരൂഹമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യാനായി ഇന്ന് മോട്ടോർ വാഹന വകുപ്പ് വിളിച്ചിരുന്നു. തുടർന്നാണ് ആ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഷാമിൽ ഖാനെതിരെ മോട്ടോർ വാഹന നിയമപ്രകാരം കേസെടുത്തിട്ടുള്ളത്. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കളർകോട് വാഹന ഉടമയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്.